ആണെങ്കിൽ ഹായ് ഐ ആം മേഘ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഓക്കേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതാണ് വൺ ബ്രാൻഡ് മേക്കപ്പ് ലുക്ക് ട്യൂട്ടോറിയൽ അല്ല, കാരണം ഞാൻ തന്നെ ഈ പ്രൊഡക്ട്സ് ഒക്കെ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡാണ് ഇബാ ഹലാൽ. നിങ്ങൾ കുറെ പേര് എന്നോട് പറഞ്ഞതായിരുന്നു ഇബാ ഹലാൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് ഒന്ന് മേക്കപ്പ് ചെയ്യുമെന്നായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഏതൊക്കെ സ്റ്റെപ്പിൽ ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ് ശരിക്കും യൂസ്ഫുൾ ആൻഡ് ശരിക്കും വർക്ക് ആവണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, നിങ്ങളുടെ മുന്നിൽ തന്നെ ട്രൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇതുവരെ മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് വന്നേക്കണം. സോ ദാറ്റ് ലൈവ് ആയിട്ട് ഇരിക്കണമല്ലോ നമ്മൾ യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പൊ ഇബാ ഹലാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും വീഗൻ ആൻഡ് ക്രൂവൽറ്റി ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് അവരുടെ മേക്കപ്പ് ആയാലും സ്കിൻ കെയർ ആയാലും. നമ്മൾ കൂടുതലും മേക്കപ്പ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നേരെ വയ്ക്കണം, നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗായ്സ്, അപ്പൊ നേരത്തെ ഞാൻ ഫേസ് വാഷ് ഇവിടെ ഓൾറെഡി ചെയ്തിട്ടായിരിക്കണത്. സോ ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഡെർമാവെന്റെ ഹൈഡ്രാ ക്ലെൻസർ യൂസ് ചെയ്തിട്ടാണ്. ഇത് പറയണ പോലെ തന്നെ ഗൈസ് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യും. കാരണം അതിനകത്തുണ്ട് കൊളോയിഡൽ ഓട്ട് മീൽ ആൻഡ് ഹൈഡ്രാ എന്നതിനകത്ത് വേർഡ് ആഡ് ചെയ്തേക്കുന്നത് തന്നെ ഗൈസ് നമ്മുടെ ഫേസിനെ ക്ലീൻ ചെയ്യണം. ഒപ്പം തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് ഹൈഡ്രേഷൻ ഉണ്ടാവും. ഇങ്ങനെ ഡ്രൈ ആക്കില്ല, കാരണം എന്റെ സ്കിൻ ഡ്രൈ ആണ്. ഞാൻ ഇപ്പൊ ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നോക്ക് എന്റെ സ്കിൻ ഡ്രൈ ഔട്ട് ആക്കില്ല. ഇത് സ്റ്റിൽ എന്റെ സ്കിൻ ഭയങ്കര മോയ്സ്ചറൈസ് ആക്കില്ല. അപ്പൊ അതുകൊണ്ട് ഓയിലി സ്കിന്നുകാർ പേടിക്കേണ്ട, അവർക്ക് ഇത് സുഖമായിട്ട് യൂസ് ചെയ്യാത്ത. സോ സെൻസിറ്റീവ് സ്കിൻകാർക്ക് യൂസ് ചെയ്യാം. ഇൻ ഷോർട്ട് എല്ലാം സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. ലിബാമിന് വേണ്ടി ഞാൻ ഇബാ ഹലാലിന്റെ തന്നെ ലിബാം യൂസ് ചെയ്തത്. സോ ടു ബി ഓണസ്റ്റ് ഗൈസ്, ഇത് ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്ത് നോക്കി, വന്നപ്പോ തന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എനിക്കത് കൺട്രോൾ ആയില്ല. ലിബാം അല്ല, അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ഇത് യൂസ് ചെയ്തിരുന്നു. ആൻഡ് ഗൈസ് ഇതിന്റെ റേറ്റ് ഇല്ലേ 135 റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ്. സോ ഇതിന്റെ റേറ്റ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു അമേസിംഗ് ലിബാം ആകാം. ശരിക്കും പറഞ്ഞാ ബട്ടറി സോഫ്റ്റ്, നമ്മുടെ ലിപ്സ് നന്നായിട്ട് സോഫ്റ്റ് ആക്കൂട്ട. ഈ ലിബാം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആയിട്ട് തോന്നിയിട്ട്. അതർവൈസ് ഈ ഒരു റേറ്റിൽ ഈ ലിബാം ആണ് ശരിക്കും ബെസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റാം. നെക്സ്റ്റ് ഇബാ ഹലാലിന്റെ ഗൈസ് ഞാൻ ഒരു സിറം പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു നമ്മുടെ ഈ മേക്കപ്പ് ലുക്ക്. സോ ഇതാണ് ഇബാ ഹലാൽ അഡ്വാൻസ് ആക്റ്റീവ് യൂത്ത് പ്രിസർവ് സ്കിൻ ഗ്ലോ പവർ സിറം. ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ് അതൊക്കെ പോട്ടെ, ഇത് ഞാൻ മേടിക്കാനായിട്ടുള്ള മെയിൻ കാരണം ഇതിന്റെ പാക്കേജിങ് നോക്കിയേ. പർപ്പിൾ കളറിന്റെ ബോട്ടൽ എന്ത് രസമാണ്. ആക്ച്വലി അകത്ത് പർപ്പിൾ കളർ അല്ലാണ്ട് ഇതിന്റെ ഗ്ലാസ് ബോട്ടലാണ് പർപ്പിൾ കളർ. സാധാരണ സിറം കൺസിസ്റ്റൻസി തന്നെയാണ് ഇതിന്റെ. സോ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഭയങ്കര സ്ട്രോങ് സ്മെല്ല് ഇട്ട് ഇതിന്, ഭയങ്കര മണം, പെർഫ്യൂം പോലത്തെ മണം. ഓക്കെ, വളരെ ലൈറ്റ് വെയിറ്റഡ് ആണ് ഗൈസ്. നന്നായിട്ട് ഇത് കണ്ട നന്നായിട്ട് അബ്സർവ് ആയി പോകുന്നുണ്ട്. ആൻഡ് നന്നായിട്ട് ഇത് കണ്ട ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. ലുക്ക് ലുക്ക് ഗ്ലോ വരുന്നുണ്ടല്ലേ ഇത് വെച്ചിട്ട്. അതെനിക്ക് ഇഷ്ടമായിട്ട് എന്തായാലും. ഓക്കെ, അപ്പൊ സിറമിന് ശേഷം നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. മോയ്സ്ചറൈസറിന് വേണ്ടി ഞാൻ ഇവിടെ ന്യൂട്രിഡമിന്റെ മോയ്സ്ചറൈസിംഗ് ലോഷൻ ആണ് യൂസ് ചെയ്യുക. ഇതിനകത്തുണ്ട് അടിപൊളി വൈറ്റമിൻ ഇ ഗൈസ്. നിങ്ങളോട് ഞാൻ കഴിഞ്ഞാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരുടെയൊക്കെയാണ് ഈ മോയ്സ്ചറൈസർ ഫേവറേറ്റ് എന്നുള്ളത്. അപ്പൊ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്യുന്നത്. സോ യെസ് ഗൈസ്, ശരിക്കും ഒരു അമേസിംഗ് മോയ്സ്ചറൈസർ. ഓക്കെ, അപ്പൊ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഇനി മേക്കപ്പിലോട്ട് കിടക്കാം. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് പ്രൈമർ അപ്ലൈ ചെയ്യാന്നുള്ളത്. സോ ഇവിടെ എന്റെ അടുത്തുണ്ട് ഇബാ ഹലാലിന്റെ ഫോട്ടോ പെർഫെക്റ്റ് HD ഫേസ് പ്രൈമർ. ഇത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോഴ്സിനെ ബ്ലർ ആക്കണ്ട് പതുക്കെ, പക്ഷെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഫീൽ ചെയ്യണില്ല. സോ യെസ്, നന്നായിട്ട് സ്കിന്ന് സ്മൂത്ത് ആക്കാണ്ട് കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് ഇങ്ങനെ സ്മൂത്ത് ആയിരിക്കില്ല, നമ്മുടെ ഫൗണ്ടേഷൻ ഒക്കെ നന്നായിട്ട് സെറ്റ് ആവും. പക്ഷെ ഞാൻ ഫുൾ ഫേസിൽ അങ്ങനെ പ്രൈമർ അപ്ലൈ ചെയ്യാൻ പ്രിഫർ ചെയ്യാറില്ല. എനിക്ക് പോഴ്സ് എവിടെയാണ് അവിടെ മാത്രമേ ഞാൻ പ്രൈമർ വെച്ചിട്ട് പോഴ്സ് ഒക്കെ ഫിൽ ചെയ്യാറുള്ളൂ. സോ സ്റ്റെപ്പ് കൺസീലറിന് വേണ്ടി ഇബാ ഹലാലിൽ ഒരു കൺസീലർ എനിക്ക് കിട്ടിയില്ല ഗൈസ്. അപ്പൊ എന്റെ അടുത്ത് നോർമൽ ആയിട്ടുള്ള ഏതൊരു ഒരു കൺസീലർ ഞാൻ വേഗം അപ്ലൈ ചെയ്ത് എന്റെ ഈ ഡാർക്ക് സർക്കിൾസിനെ ഒളിപ്പിച്ചിട്ട് വരാം. കൺസീലർ ഞാൻ അപ്ലൈ ചെയ്തു. അപ്പൊ ഇതിനെ സെറ്റ് ആക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാം ഇബാ ഹലാലിന്റെ പ്യോർ സ്കിൻ പെർഫെക്റ്റ് ലുക്ക് ലോങ് വിയർ മാറ്റിഫൈങ് കോമ്പാക്ട്. സോ ഇതിനകത്ത് എന്റെ ഷെയ്ഡാണ് 02 മീഡിയം എന്ന് പറഞ്ഞിട്ട് കോമ്പാക്ട് പൗഡർ ഇല്ലേ കൺസീലർ ഡീസെന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ ഭയങ്കര കവറേജ് ഇല്ലാതെ മാത്രമല്ല, പക്ഷെ നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഞാൻ ഫൗണ്ടേഷന് വേണ്ടി ഇവിടെ യൂസ് ചെയ്യാൻ ഇവരുടെ പ്യോർ സ്കിൻ ലിക്വിഡ് ഫൗണ്ടേഷൻ. ഇതിനകത്ത് SPF 15. സോ യെസ് ഗൈസ്, നമുക്ക് യൂസ് ചെയ്യാം. സോ ഇതിനകത്ത് എന്റെ ഷെയ്ഡാണ് ഗോൾഡൻ ബേജ് എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ ഞാൻ ആദ്യം പറയാം, ഈ ഒരു ഫൗണ്ടേഷനും ഈ ഒരു പ്രൈമറും ആൻഡ് ഈ ഒരു കോമ്പാക്ട് എനിക്ക് കോംബോ ആയിട്ട് കിട്ടിയതാ. സോ ഇത് മൂന്നിന്റെയും കൂടെ പ്രൈസ് ആണ് 730 ആണ് ഈ മൂന്നും കൂടി. പിന്നെ ഇത് കുറച്ചിങ്ങനെ തിക്ക് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആണ് കേട്ടോ, ഭയങ്കര ലിക്വിഡ് അല്ല, കുറച്ച് തിക്കാണ്. പക്ഷെ ഇത് ബ്ലെൻഡ് ആണല്ലോ, ഒരു തരം വര വീഴും. ഈ ബ്രഷിന്റെ ഈ ഓരോരോ ബ്രിസിൽസ് ഇല്ലേ അതിന്റെ ആ ഒരു ഷേപ്പ് ഇങ്ങനെ വീണ പോലെ. ഇപ്പൊ ആ സീനില്ല കേട്ടാ. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണെങ്കിൽ ഇത് ബ്ലെൻഡ് ആവണുണ്ട്. അപ്പൊ എന്റെ കുറ്റം വരുന്നുണ്ട്. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോ ഇതിന്റെ കവറേജും അത്രയും കിട്ടണില്ല. കൈ കൊണ്ട് ചെയ്യുമ്പോ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആണ് കേട്ടാ.
അപ്പൊ കുറച്ച് കവറേജും കിട്ടുന്നുണ്ട് ആൻഡ് അറ്റ് ദ സെയിം ടൈം നന്നായിട്ട് ബ്ലെൻഡും ആവുന്നുണ്ട്. ബ്ലഷിനും ഹൈലൈറ്ററിനായിട്ട് ഇബ ഹലാൽ എനിക്ക് ഒന്നും കിട്ടിയില്ല ഗായ്സ്. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യാം ഇബ ഹലാൽ ഐഷോഡോ പാലറ്റ് ആണ്. സോ ഇത് പാലറ്റ് വേരിയന്റ് ആണ്, ഗ്ലാം ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ 2 ഷെയ്ഡും കൂടെ മിക്സ് ആക്കിയിട്ട് ബ്ലഷ് യൂസ് ചെയ്യാം. ഫുൾ ഫേസും ആ ഒരു ഗ്ലോ വരണ കണ്ട നല്ലൊരു ബ്യൂട്ടിഫുൾ ഗ്ലോ തരുന്നുണ്ട് അല്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. കാരണം കണ്ടത് തന്നെ അത്യാവശ്യം ഹൈലൈറ്റിംഗ് എഫക്ട് തരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ത് വേണം? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഐബ്രോ ചെയ്യാനായിട്ട് അഗൈൻ ഇബ ഹലാലിൽ എനിക്ക് ഒന്നും ഐബ്രോ ആയിട്ടുള്ള പെൻസിലും കിട്ടിയില്ല, ഐബ്രോ പാലറ്റും കിട്ടിയില്ല. സോ ഞാൻ വേഗം വേറൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഐബ്രോ ഫിൽ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇനി ഐ ഷാഡോ ഇട്ട് കിടക്കാം. സോ ഈ പാലറ്റിൽ ഗൈസ് ഒന്നും മാറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഇല്ല, എല്ലാം ഷിമറി ആയിട്ടുള്ളതാണ്. സോ നമുക്ക് ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ആസ് എ ട്രാൻസിഷൻ ഷെയ്ഡ് ആയിട്ട് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് എന്റെ ഐലിടുമ്പോ ഫുൾ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ഈ ഷെയ്ഡും കൂടെ മിക്സ് ആക്കിയിട്ട് അപ്ലൈ ചെയ്യും. അപ്പൊ മിക്സ് ആക്കുമ്പോൾ എന്ത് പറ്റും? എന്റെ ഔട്ട്ഫിറ്റോട് മാച്ച് ആയി പോകും. ഇംപ്രസീവ് ഒട്ടും ഫോൾ ഔട്ട് ഇല്ല ഗൈസ്. അടിപൊളിയായിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ബട്ടറി സോഫ്റ്റ് ആണ്, അടിപൊളിയായിട്ട് സുഖമായിട്ട് ബ്ലെൻഡ് ആയി പോണിട്ട. ആൻഡ് ഇതിന്റെ പിഗ്മെന്റേഷൻ അത്യാവശ്യം ഡീസെന്റ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ കണ്ടിങ്ങനെ ആസ്വദിച്ചോണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം. സോ ഐലൈനറിന് വേണ്ടി ഇവിടെ എടുത്തുള്ളതാണ് ഇബ ഹലാലിന്റെ ലോങ് ലാസ്റ്റിംഗ് ലിക്വിഡ് ഐലൈനർ. സുഖമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ ഇതിന്റെ ആ ഒരു പാക്കേജിങ് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊരു പിടുത്തം കിട്ടും കേട്ടോ. അതേസമയം നമുക്ക് ഇങ്ങനെ പേനയും പെൻസിലും പോലെ പിടിക്കാൻ പറ്റാൻ നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്ലൈ ചെയ്യലും പെട്ടെന്ന് ഉണങ്ങും. നമ്മൾ ഉണങ്ങാനായിട്ട് ഇങ്ങനെ കണ്ണടച്ച് ഫാനിന്റെ അടിയിൽ ഇരിക്കേണ്ടി വരില്ല ഗൈസ്. അടിപൊളിയായിട്ടുണ്ടല്ലേ, നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ട്. ആക്ച്വലി ഞാൻ വിചാരിച്ച എനിക്ക് ഐലൈനർ വരയ്ക്കാൻ പറ്റുക, കാരണം കുറെ നാളായി ഞാനിപ്പോ ഐലൈനർ യൂസേ ചെയ്യാറില്ല. ഞാൻ മസ്കാര മാത്രമേ പ്രിഫർ ചെയ്യാറുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് ഐലൈനർ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് പണ്ടത്തെ എന്റെ ഓർമ്മ വന്നു ഗൈസ്. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യും ഗൈസ്. സോ മസ്കാരയ്ക്ക് വേണ്ടി അഗൈൻ ഞാൻ ഇവിടെ ഇബ ഹലാലിന്റെ ബ്ലാക്ക് ആൻഡ് ബോൾഡ് 24 hour HD മസ്കാര ഞാൻ യൂസ് ചെയ്യണം. ഇതിന്റെ പാക്കേജിങ് നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ, ബ്ലാക്ക് ആൻഡ് പിങ്ക്, നല്ല രസമുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഇത് അപ്ലൈ ചെയ്യാൻ വാട്ടർ പ്രൂഫ് ആണെന്നാണ് പറയണം. എനിക്ക് ഒരു വ്യത്യാസം തോന്നില്ല കേട്ടോ. ഇതിന്റെ അകത്ത് പ്രൊഡക്റ്റ് ഇല്ലാണ്ടാണ്, ഉണങ്ങി പോയതാണ്. ഇനി ഒന്നും വർക്കാണല്ലോ, ഒന്നുമില്ല. അതേ കണ്ട എന്റെ ഐലാഷ് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്, ഇപ്പുറത്തെ പോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ലോവർ ലാഷും കാണുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വിചാരിച്ച ഐലൈനർ ഉള്ളത് കൊണ്ട് കാണാത്തതാണ്. ബട്ട് നോ, അതുകൊണ്ടൊന്നുമല്ല. HD 24 hours എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോ കുറച്ച് പ്രോമിസിംഗ് ആണെന്ന് എനിക്ക് തോന്നിപ്പോയിട്ട്. പക്ഷെ ഞാൻ ഇവിടെ കരിഞ്ഞു. ഇതിന്റെ റേറ്റ് എത്രയാ? 360 rupees ആയി ഈ ഒരു മസ്കാരക്ക്. എന്റെ ദൈവമേ, എന്തിനാണല്ലേ ഹാർട്ട് അറ്റാക്ക് വരും ഇപ്പൊ. 360 rupees എന്റെ വെള്ളത്തിൽ എന്റെ കൺമുമ്പിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. മസ്കാര ഈസ് ടോട്ടൽ ഫെയിൽ. അപ്പൊ ഞാൻ വേറെ ഏതെങ്കിലും മസ്കാര അപ്ലൈ ചെയ്തിട്ട് വരാട്ടാ, അല്ലാണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ഗൈസ്, അപ്പൊ കാജലിന്റെ പേര് വായിച്ച് ഞാൻ സന്തോഷിച്ചിരിക്കുകയാണ്. കാരണം നമ്മളോട് ബന്ധപ്പെട്ട ഒരു കാജല ഗൈസ്. ഇതാണ് ഇബ ഹലാൽ ഓൾ ഡേ കൊഹൽ കാജൽ, നമ്മുടെ പർപ്പിൾ കൊഹൽ മേഘയുടെ കൊഹലാണ് ഗൈസ് ഇതിനകത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഞാൻ കുറെ നാൾക്ക് ശേഷം ഗൈസ് കാജലും അപ്ലൈ ചെയ്യാൻ പോണത്, അത് വാട്ടർ ലൈനും. ലെറ്റ്സ് ഡു ദാറ്റ്. അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റൂട്ടാ. അത്യാവശ്യം നല്ല പിഗ്മെന്റേഷൻ ഉണ്ട് ഈ കാജൽ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് സൂം ചെയ്ത് കാണിച്ചത്. വെയിറ്റ്. ലുക്ക് ഗൈസ്, കണ്ട അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ ഐ മേക്കപ്പ് ടേൺഡ് ഔട്ട് ആയിട്ടുണ്ട്. അതിന്റെ ഐ ഷാഡോ അടിപൊളിയായിട്ടായിട്ടുണ്ട്. കണ്ട ഐ ഷാഡോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട. ആൻഡ് ഐലൈനറും അമേസിംഗ് ആണ്. ആൻഡ് കാജലും നോക്ക് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയണം കേട്ടോ. മസ്കാരയാണ് നമ്മൾ കുറച്ച് പറ്റിച്ചത്, ബട്ട് സ്റ്റിൽ ഓവറോൾ ലുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. ലിപ്സ്റ്റിക്കിന് എന്റെ അടുത്ത് 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഏറ്റവും ആദ്യം എന്റെ അടുത്തുള്ളതാണ് ഇബ ഹലാലിന്റെ ഈ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്. സോ ഇതിനകത്ത് ഞാൻ എടുത്ത ഷെയ്ഡാണ് M17 ആപ്രിക്കോട്ട് ബ്ലഷ് എന്ന് പറഞ്ഞിട്ട്. എന്റെ അടുത്തൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ട്. സോ ഇതാണ് ഇബ ഹലാലിന്റെ മാക്സ് മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്. സോ ഇതിനകത്ത് എന്റെ ഷെയ്ഡാണ് ഫ്രഷ് പീച്ച് എന്ന് പറഞ്ഞിട്ട്. എന്തൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാ നോക്കി. ഇതിനെ കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു ഷെയ്ഡ്. ഞാൻ ഇനി ഏത് അപ്ലൈ ചെയ്യും? കൺഫ്യൂസൻ നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം. നമ്മളോട് കളി. Look guys, ഒരു ഭയങ്കര ന്യൂഡ് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡ് അല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ 2 ഷെയ്ഡും. ഗൈസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്യൂലല്ലോ റെഗുലർ ബേസിസിൽ, അതുമ്മ ഈ 2 ലിപ്സ്റ്റിക് അടിപൊളിയായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് ചില പ്രൊഡക്ട്സ് റേറ്റ് പറഞ്ഞിട്ടില്ലല്ലേ. അപ്പൊ നമ്മുടെ ഈ ഒരു ഐഷാഡോ പാലറ്റിന്റെ റേറ്റ് ആണ് 599. അതുപോലെ നമ്മുടെ ഈ ഐലൈനറിന്റെ റേറ്റ് ആണ് 257. കാജലിന്റെ റേറ്റ് ആണ് 159.
ആൻഡ് പിന്നെ ഞാൻ പറയാണ്ടിരുന്നത് ഏതാ ലിപ്സ്റ്റിക്സിന്റെ അവിടെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് റേറ്റ് ആണ് 280 ഗൈസ്. അമേസിംഗ് ലിപ്സ്റ്റിക് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലിക്വിഡ് ലിപ്സ്റ്റിക്കിന്റെ റേറ്റ് ആണ് 479. അതിനകത്ത് ഞാൻ പറഞ്ഞ ഷെയ്ഡ് ഏതായിരുന്നു, ഫ്രഷ് പീ. ഇതായിരുന്നു അവിടുത്തെ വീഡിയോ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് പറയാം. വീഡിയോയിൽ കാണിച്ച എല്ലാ പ്രൊഡക്ട്സ് ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നെക്സ്റ്റ് ഞാൻ ഇതുപോലത്തെ വൺ ബ്രാൻഡ് ലുക്ക് ചെയ്യണമെങ്കിൽ പറയാ ഗൈസ്, ചെയ്യണമെങ്കിൽ ഏത് ചെയ്യണം അതും പറയാം. ഈ വീഡിയോ ഇവിടെ വരെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഗൈസ് എന്തായാലും ലൈക്ക് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഗൈസ്, പ്ലീസ് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്റെ ബ്ലോഗ് ചാനലും ഉണ്ട്, അത് ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ 2 സെക്കൻഡ് എടുക്കുള്ളൂ ഗൈസ്, 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. സോ ബ്ലോഗ് ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഫ്രീ ആണ് ഗൈസ്, 2 ചാനൽ വേഗം പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ പോയിട്ട് ആർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുക അവർക്കൊക്കെ പോയിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന പേരാണ് ഇഷ മറിയം. താങ്ക് യു സോ മച്ച് ഇഷ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബറിന്റെ പേര് തന്നെ വരാൻ പോണ വീഡിയോയിൽ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ആക്കിയ ശേഷം പോയിട്ട് കമന്റ് ചെയ്യുക, മേഘ ഒരു പർപ്പൽ ഹാർട്ട് കൊടുക്കുക, ഡാഷ് നിങ്ങളുടെ ഫുൾ നെയിം എഴുതുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. Take care and always remember that I purple you all. Bye bye.